ഹായ് ഗായ്സ്, SR ടേസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു കുക്ക് ചെയ്യാൻ പോകുന്നത് മാങ്ങായും ഓമയ്ക്കയും കൂടെ അച്ചാറാണ്. അതിന് ചേർക്കേണ്ട സാധനങ്ങൾ പരിചയപ്പെടുത്താം. മാങ്ങ, ഇത് 2 മാങ്ങയാണ്, ഒരു ചെറിയ ഓമയ്ക്ക, പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത്, കായപ്പൊടി, കടുക്, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, നല്ലെണ്ണ, കരിയാപ്പില, വിനാഗിരി, ഉലുവാപ്പൊടി, ഇത്രയും സാധനമുണ്ട്. നമുക്കെന്നാൽ തുടങ്ങാം. ആദ്യം ഗ്യാസ് ഓണാക്കാൻ പോവാണ്. പാത്രം ചൂടാകട്ടെ, എന്നിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പാത്രം നല്ലതായിട്ട് ചൂടായി, നമുക്ക് ഇച്ചിരി നല്ലെണ്ണയാണിത്, നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതായിട്ട് ചൂടാകട്ടെ. എണ്ണ ചൂടായിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കുവാണേ. വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതാണ്. പച്ചമുളക് 4 എണ്ണം നടുവേ പുളിയത്. പിന്നെ നമുക്ക് ഇതിനകത്ത് കരിയാപ്പില നേരത്തെ കഴുകി വെച്ചിരുന്നത് അത് ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് നമുക്കിതൊരു ബ്രൗൺ കളറാകുന്ന വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇത് ഇങ്ങനെ പതഞ്ഞിരിക്കുന്നത് വേറൊന്നുമല്ല, നമ്മളത് ഈ നല്ലെണ്ണ ഒഴിച്ച് കഴിഞ്ഞ് കടുകും പൊട്ടിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഈ ഇഞ്ചി നനവുള്ളതാണ് ചതച്ച് വരിക, അത് ഇട്ടതിൻ്റെയാണ് ഇങ്ങനെ പതഞ്ഞ് നിൽക്കുന്നത്. നമുക്ക് ഓമയ്ക്ക ഇട്ട് കൊടുക്കാമേ. മാങ്ങ ഇട്ട് കൊടുക്കാമേ. നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. സ്വല്പം ഉപ്പിട്ട് കൊടുക്കുവാണേ. നമ്മൾ ഇന്ന് തന്നെ മാങ്ങ അരിഞ്ഞു, ഇന്ന് ഓമയ്ക്ക അരിഞ്ഞു. നമ്മൾ മാറ്റിയൊന്നും വെച്ച് 2 ദിവസം അങ്ങനെയൊന്നും വെച്ചില്ല, അന്ന് തന്നെ ഇടാം. സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. സ്വല്പം കായപ്പൊടി ഇട്ട് കൊടുക്കുവാണേ. വിനാഗിരി ഒഴിച്ചു കൊടുക്കാൻ പറ്റും. നല്ലതായിട്ടും ഇതിന് വിനാഗിരി വേണേ. ഇളക്കി കൊടുക്കാം. സ്വല്പം ഉലുവാപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. നമ്മളത് മുമ്പേ ഇത് വേകാൻ വേണ്ടി ഒരു 10 മിനിറ്റ് ഇത് അടച്ചു വെച്ചാൽ തുറന്ന് നോക്കാം. റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം, ചെയ്ത് നോക്കി കഴിച്ച് നോക്കണം. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പറാണ്. ഒന്നുകൂടെ പറയുവാണ്, ഓമയ്ക്ക മാങ്ങയും കൂടെ വെള്ളച്ച ഇട്ടത്. എല്ലാവരും ചെയ്ത് നോക്കണം, കഴിച്ച് നോക്കണം.